ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 45-ാം വാക്യം. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. ഒരു മുക്കുവൻ കടൽ തീരത്ത് ചെറിയ ഒരു കുടിലിൽ താമസിച്ചിരുന്നു. ഒരു മിഷണറി അയാളുടെ വീട്ടിൽ പതിവായി സുവിശേഷം പറഞ്ഞിരുന്നു. മിഷണറി തൻ്റെ ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് യാത്ര ചോദിക്കുവാൻ ഒരു ദിവസം മുക്കുവൻ്റെ കുടിലിൽ ചെന്നു. തൻ്റെ വീട്ടിൽ വന്ന് കൂടെ സുവിശേഷം പറഞ്ഞ മിഷണറിക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് അയാൾ നിശ്ചയിച്ചു. താൻ നിധി പോലെ സൂക്ഷിച്ചിരുന്ന ഒരു മുത്ത് ഒരു പേടകത്തിലാക്കി മിഷണറിക്ക് സമ്മാനിച്ചു. പേടകം തുറന്ന് മുത്ത് കണ്ടപ്പോൾ ഇതിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാൽ അത് നൽകാമെന്ന് മിഷണറി പറഞ്ഞു. അതിന് മുക്കുവൻ, ഇതിൻ്റെ വിലയോ എനിക്ക് പറയുവാൻ നിവൃത്തിയില്ല. ഇത് വില തീരാത്ത എൻ്റെ ഒരു നിക്ഷേപമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. എൻ്റെ മകൻ കടലിനടിയിൽ പോയി മുത്തുകൾ ശേഖരിച്ചിരുന്നവനായിരുന്നു. മുത്തുകൾ വിറ്റാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിയിരുന്നത്. ഒരിക്കൽ വിലയേറിയ മുത്തുകൾ തേടി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയ എൻ്റെ മകൻ ഈ മുത്തുമായിട്ടാണ് സമുദ്രത്തിൻ്റെ അഗാധതയിൽ നിന്നും വന്നത്. അത്രയും നേരം സമുദ്രത്തിൻ്റെ അടിയിലായിരുന്ന എൻ്റെ മകൻ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ വന്നപ്പോഴേക്കും ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു. അന്ന് മുതൽ ഞാൻ ഈ മുത്ത് എൻ്റെ മകൻ്റെ സ്മരണയ്ക്കായി വച്ചിരിക്കുകയാണ്. അതിനെന്ത് വിലയാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണലോകത്തേക്ക് വന്ന രക്ഷകനായ ക്രിസ്തുവിനെ പറ്റി പറയുവാൻ മിഷണറി ഈ അവസരം ഉപയോഗിച്ചു. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് എന്തെന്ന് നാം മനസ്സിലാക്കുകയും അത് കരസ്ഥമാക്കുവാൻ ശ്രമിക്കുകയും വേണം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗം വിട്ട് താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവിൻ്റെ വലിയ സന്തോഷം ദൈവമേ ഞങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവെ, അവിടുന്ന് യഥാർത്ഥമായി കർത്താവ് ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള ജീവൻ്റെ വിലയെപ്പറ്റി ബോധവാന്മാരാകുവാനും പാപത്തെ വെറുത്ത് കർത്താവെ വിശുദ്ധമായിട്ടുള്ള ജീവൻ നയിപ്പാനും ഇന്നത്തെ വചന കേൾവിയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ആഗമനത്തിൻ്റെ ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് യഥാർത്ഥമായി കർത്താവ് ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള ആ ജീവൻ്റെ വില മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഒരുക്കുവാനും അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.